السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മിഷ്കാത്ത് പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ റമദാൻ മാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഖുർആൻ പഠനം നമുക്ക് സൗകര്യപ്രദമായതിൽ സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. പഠനത്തിന് തയ്യാറായി വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരണം ഖൈറുക്കും മൻ തഅല്ലമ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ശ്രേഷ്ഠൻ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നബി തിരുമേനി അരുളിയിട്ടുമുണ്ട്. ഇത്തവണ വിശുദ്ധ ഖുർആനിലെ 72ാമത്തെ അധ്യായമായ സൂറത്തുൽ ജിന്നാണ് നമ്മൾ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് 4 ഭാഗങ്ങളായി നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ആദ്യത്തെ 7 ആയത്തുകളാണ് നാം ഇന്നത്തെ പഠനത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا. നബിയെ പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ സ്വന്തം സമൂഹത്തോട് പറഞ്ഞു, തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. യഹ്ദീ ഇലാ റുശ്ദി ഫാമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുകയേയില്ല. അന്നഹു തആലാ ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദാ. നമ്മുടെ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമാണ്. അവൻ കൂട്ടുകാരിയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. അന്നഹു കാന യഖൂലു സഫീഹുനാ അലല്ലാഹി ശതതാ. ഞങ്ങളിലുള്ള വിഡ്ഢികൾ അല്ലാഹുവെ പറ്റി അതിക്രമപരമായ പരാമർശം നടത്തുമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു മനുഷ്യരും ജിന്നുകളും അല്ലാഹുവിന്റെ പേരിൽ ഒരിക്കലും കള്ളം പറയുകയില്ലെന്ന്. كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. മനുഷ്യരിൽപ്പെട്ട ചില വ്യക്തികൾ ജിന്നുകളിൽപ്പെട്ട ചില വ്യക്തികളോട് ശരണം തേടാറുണ്ടായി. അങ്ങനെ അതവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു. وأنهم ظنوا كما ظننتم أن لن يبعث الله أحدا. നിങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചു.
അള്ളാഹു ആരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ലെന്ന് അതും അവർ പറഞ്ഞു. പരാമർശിക്കപ്പെട്ട ഈ 7 ആയത്തുകൾ ഇതിന് ജിന്ന് എന്ന് നാമകരണം ചെയ്തതിലൂടെ മനുഷ്യന് നേരിട്ട് കാണാൻ കഴിയാതെ അദൃശ്യമായതും അഭൗതികവുമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ജിന്ന് വിഭാഗത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ് വിശുദ്ധ ഖുർആൻ. മലക്കുകളെന്ന സൃഷ്ടി വിഭാഗം പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ജിന്നുകളാകട്ടെ അഗ്നിജ്വാലകളാണ്. അതുകൊണ്ട് ഈ 2 വിഭാഗം സൃഷ്ടികളും മനുഷ്യർക്ക് നേരിൽ കാണാൻ കഴിയാത്തവരും ഭൗതികമായ രൂപത്തിൽ അവരോട് ഇടപെടാൻ കഴിയാത്തവരുമായ 2 സൃഷ്ടികളാണ്. അതുകൊണ്ട് പലപ്പോഴും അവരെ പറ്റി അദൃശ്യവും അഭൗതികവുമായ എന്ന വിശേഷണമാണ് മുഫസ്സിറുകൾ നൽകി കാണുന്നത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ജിന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാഗ്വാദങ്ങളും തർക്കവിതർക്കങ്ങളും വിശിഷ്ട കേരളക്കരയിലെ പണ്ഡിതന്മാർക്കിടയിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ജിന്ന് എന്ന വിഭാഗം അവരുടെ അസ്തിത്വം യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുക എന്നത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. അവരിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നുള്ള നിലയ്ക്കുള്ള വിഷയങ്ങൾ ഇവിടെ പ്രതിപാദിക്കേണ്ടതുമില്ല. അള്ളാഹുവിൻ്റെ മാലാഖമാരിലുള്ള വിശ്വാസം ഈമാൻ കാര്യത്തിൻ്റെ ഭാഗമാണ് താൻ. അതുകൊണ്ട് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് സഹായാഭ്യർത്ഥന നടത്തുന്നത് ശരിയാണോ, അത് ശിർക്കിലേക്ക് വഴിതെളിക്കുമോ പോലെയുള്ള ചർച്ചകൾ വിശ്വാസപരമായ ഒരു കാര്യമെന്നുള്ള നിലയ്ക്ക് അനുവർത്തിക്കുന്നതായി നമുക്ക് കാണാം. ഈ ഒരു ആമുഖം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിലെ 1-ാമത്തെ ആയത്ത് നമുക്ക് വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. നബി തിരുമേനി തൻ്റെ അനുചരന്മാർക്ക് വിശുദ്ധ ഖുർആൻ ഓതുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം ജിന്നുകൾ ആ സദസ്സിൽ വന്ന് ഖുർആൻ കേൾക്കുകയും എന്നിട്ട് അവരുടെ സമൂഹത്തിൽ തിരിച്ചുപോയി ഞങ്ങൾ അത്ഭുതകരമായ വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ, അധ്യാപനങ്ങൾ കേട്ടു എന്ന് സമൂഹത്തോട് പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പ്രവാചകനെ വിളിച്ചറിയിക്കുമ്പോഴാണ്, അഥവാ വഹിയിലൂടെ പ്രവാചകൻ അറിയുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ നടന്നിട്ടുള്ളത് എന്ന് പ്രവാചകൻ പോലും അറിയുന്നു.
അതുകൊണ്ട് തന്നെ ആ ജിന്ന് വിഭാഗം നബിയുടെ സദസ്സിൽ വന്ന് വിശുദ്ധ ഖുർആൻ കേട്ട് തിരിച്ച് സമൂഹത്തിലേക്ക് പോയിട്ട് അവർ പറഞ്ഞത്, സന്മാർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന വിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ പ്രഖ്യാപനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കേട്ടിട്ട് വരികയാണ്. എന്ന് ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നാ സമിഅ്നാ ഖുർആനൻ അജബ, വിശുദ്ധ ഖുർആനിനെ ഒരു അത്ഭുത ഗ്രന്ഥമായി നബി തിരുമേനിയുടെ വിശദീകരണം അവർക്ക് വളരെ ആകർഷകമായി അനുഭവപ്പെട്ടു എന്ന ഈ ഒരു സന്ദേശം സ്വന്തം ആളുകളെ, സ്വന്തം ജനതയെ അവരറിയിക്കുകയാണ്. ആ ഒരു സന്ദേശമാണ് വഹിയിലൂടെ പ്രവാചക തിരുമേനിക്ക് നൽകപ്പെട്ടത് എന്ന് സൂറത്തുൽ ജിന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അവരെ ഈ രൂപത്തിൽ അത് അത്ഭുത സ്തബ്ധരാക്കിയത്? അതിനുള്ള കാരണങ്ങളാണ് വരുന്ന ആയത്തുകളിലൂടെ ജിന്നുകളുടെ തന്നെ അഭിപ്രായമായി വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിൽ ഒന്നാമത്തെ അവരുടെ പ്രഖ്യാപനം, വിശുദ്ധ ഖുർആൻ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. മാനവരാശിയെ എന്നതുപോലെ തന്നെ ജിന്ന് വിഭാഗത്തിനും മാർഗദർശനത്തിനുള്ളതാണ് വിശുദ്ധ ഖുർആൻ. ഒരു വഴികാട്ടിയാണ്. ഇന്നൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, നേരായ മാർഗത്തിലേക്ക് വഴി തെളിയിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന വസ്തുത അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ വളരെ ആവേശത്തോടുകൂടി, സന്തോഷത്തോടുകൂടി തങ്ങളുടെ സമൂഹത്തെ അറിയിക്കുവാനുള്ള ധൃതി കാണിക്കുകയാണ് ജിന്നുകൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ഞങ്ങൾ ആരെയും പങ്കു ചേർക്കുന്ന വിഷയമേ ഇല്ല. അപ്പോൾ വിശുദ്ധ കലാമിൽ നിന്ന് ജിന്നുകൾ ഏറ്റവും പ്രഥമവും പ്രധാനവുമായി മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയായ തൗഹീദിനെ സംബന്ധിച്ചുള്ള ബോധം തന്നെയാണ്. ഞങ്ങളുടെ രക്ഷിതാവിൽ ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ ഈ ജിന്നുകൾ സ്വന്തം സമൂഹത്തെ തെര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഈ ജിന്നുകളുടെ പേരിലാണ് ഇവിടെ തൗഹീദിൽ മായം ചേർക്കാനുള്ള ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നത് ഈ ജിന്നുകളെ ഒരുപക്ഷെ കൂടുതൽ അതിശയിപ്പിക്കാനുള്ള ഒരു കാരണമായി തീരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമതായിട്ടുള്ള അവരുടെ പ്രഖ്യാപനം, അള്ളാഹു കുടുംബമോ സന്താനങ്ങളോ അവൻ സ്വീകരിച്ചിട്ടില്ല. മത്തഖദ സാഹിബത്തം വല വലദ. നമുക്ക് നബി തിരുമേനി വരുമ്പോൾ അവിടെയുണ്ടായിരുന്ന നല്ലൊരു ശതമാനം അഹ്ലു കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ, വിശിഷ്യ ക്രിസ്തുമത വിശ്വാസികൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൂടാത്ത ധിക്കാരപരമായ ചില പ്രസ്താവനകൾ നടത്തി അവരുടെ മതത്തെ
കെട്ടിപ്പടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു അവനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം സൂറത്ത് ഇഖ്ലാസിലൂടെ അള്ളാഹു ഏകനാണ്, നിരാശ്രയനാണ്, അവൻ പിതാവോ പുത്രനോ അല്ല, അവന് തുല്യരായി ആരുമില്ല എന്ന ചെറിയ ഈ അധ്യായത്തിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ അവർക്ക് നൽകുകയാണ് ചെയ്തത്. മൂന്നാമത് അവർ നടത്തിയ പ്രഖ്യാപനം, മനുഷ്യരെ പോലെ തന്നെ ജിന്നുകളും സൃഷ്ടാവിനെ പറ്റി തെറ്റായ ചില ധാരണകൾ വെച്ചു പുലർത്തുന്നവരാണ്. ജിന്നുകൾക്ക് മനുഷ്യരെ പറ്റിയുള്ള അഭിപ്രായമാണ്. മനുഷ്യരെ പോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലും ചില ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച്, സൃഷ്ടാവിനെ സംബന്ധിച്ച് അവൻ പരിചയപ്പെടുത്തിയതല്ലാത്ത രൂപത്തിലുള്ള ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹുവിനെ നേരിട്ട് അള്ളാഹുവുമായി അടിമകൾക്ക് സമ്പർക്കം പുലർത്താൻ പാടില്ല. പാപികളായ അടിമകൾ അതുകൊണ്ട് തന്നെ ഇടയാളന്മാരെയും മധ്യവർത്തികളെയും ഒക്കെ സ്വീകരിക്കണം. പുരോഹിതന്മാരെ അവനിലേക്ക് അടുപ്പിക്കുവാൻ, പ്രാർത്ഥനകൾ സ്വീകരിക്കുവാനുള്ള ഉപാധിയാക്കി മാറ്റണം എന്നിത്യാദി കാര്യങ്ങൾ മനുഷ്യൻ അവന്റെ ആദ്യകാലം മുതൽക്ക് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു പരത്തുന്ന ചില വ്യാജ പ്രചരണങ്ങളാണ്. അത്തരത്തിലുള്ള ചില വ്യക്തികൾ ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തിയിട്ടുള്ളത്. നാലാമതായി, ചില മനുഷ്യർ ജിന്നുകളോട് ശരണം തേടുന്നു, സഹായാഭ്യർത്ഥന നടത്തുന്നു. പ്രാചീന അറബികൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ യാത്രയിൽ അവർക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ അത് ജിന്ന് വിഭാഗത്തിൽപ്പെട്ട മോശമായ ചിലരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട നല്ല ജിന്നുകളെ അവർ വശീകരിച്ച് ഇവരുടെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും ദുർമന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്നിരുന്നു. അത്തരത്തിലുള്ള ആ ആളുകളെ പറ്റി, ആ മനുഷ്യരെ പറ്റിയാണ് ഇവിടെ ജിന്നുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ മനുഷ്യ വിഭാഗം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എന്തുകൊണ്ടും ഔന്നത്യം അവകാശപ്പെടാവുന്ന മാനവരാശി അവർക്ക് അവരുടെ ചില പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ജീവിത പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവരെ പോലെയുള്ള ഒരു സൃഷ്ടി വിഭാഗമായ ഞങ്ങളോട് ശരണം തേടുകയും സഹായാഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നത് വലിയൊരു അത്ഭുതമായിട്ടാണ് ജിന്നുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, അത്തരത്തിലുള്ള വിജനമായ ഒരു സ്ഥലത്തുകൂടി പോകുമ്പോൾ യാ ഇബാദുല്ലാഹ് അഈനൂനി, അവിടെ മനുഷ്യരെ കാണുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികൾ ഉണ്ടാകും അഥവാ ജിന്നുകൾ ഉണ്ടാകും എന്ന വിശ്വാസം കൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ അല്ലേ എന്ന നിലയ്ക്ക് സാങ്കല്പികമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിലെ അടിസ്ഥാന ആശയങ്ങളെ, തൗഹീദിനെയും ശിർക്കിനെയും ഈ രൂപത്തിൽ വലിച്ചഴച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത വസ്വാസുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണത അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയാണ്. ഒരുപക്ഷെ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജിന്നുകൾക്ക് തന്നെ അത്ഭുതകരമായി തോന്നിയ ഒരു പ്രവണതയാണ് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ജിന്നുകളെ പ്രകോപിപ്പിക്കരുത്, എന്നാൽ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും അവർക്ക് നമ്മളോട് ചെയ്യാൻ കഴിയും എന്നിത്യാദി പ്രചരണങ്ങൾ വ്യാജമായി തന്നെ അതിന് മുതൽക്കൂട്ടാകുന്ന ചില
വാദഗതികളും തെളിവുകളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. വാതിലുകൾ ശക്തിയായി അടയ്ക്കരുത്, ജിന്നുകൾ ഒരുപക്ഷെ അതിൽ കുടുങ്ങിപ്പോകും. ചൂടുവെള്ളം തന്നെ പുറത്തേക്ക് ഒഴിക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾ ഉണ്ടാകും, അവർ പ്രകോപിതരാകും. നല്ല ജിന്നുകളെ ഇത്തരത്തിൽ ഒയ്ബിയായ വാർത്തകൾ അറിയാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ രൂപത്തിലൊക്കെയുള്ള വിശദീകരണങ്ങൾ യഥാർത്ഥത്തിൽ അസ്ഥാനത്താണ് എന്ന നിലയ്ക്കാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അഞ്ചാമതായി അവർ നടത്തിയ പ്രഖ്യാപനം, അള്ളാഹു ആരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്ന് ഇരുകൂട്ടരും ധരിച്ചുപോയി. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവരുടെ പരാമർശമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ പോലും അറബികളിൽ ഒരു ജനവിഭാഗം, അതുകൊണ്ട് തന്നെ നമ്മൾ നിരുമ്പിയ എല്ലുകളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പുനർസൃഷ്ടിക്കാൻ ആർക്കാണ് കഴിയുക, അതിൻ്റെ ആവശ്യം എന്താണ് എന്നീ നിലകളിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവരാണ്. അതുകൊണ്ടാണ് ജിന്നുകളുടെ ഈ സദസ്സിൽ പങ്കെടുത്ത ജിന്നുകൾ വിശുദ്ധ ഖുർആനിന്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മനുഷ്യരെ പോലെ തന്നെ അള്ളാഹു നമ്മളെ ആരെയും മരണാനന്തര ജീവിതത്തിലേക്ക് നയിക്കുകയില്ല, അങ്ങനെ ഒരു ജീവിതമില്ല എന്ന നിലയ്ക്ക് പരിചയപ്പെടുത്തുന്നതും വളരെ അത്ഭുതകരമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്ന് യഥാർത്ഥത്തിൽ അവർ ധരിച്ചുപോയി. അത് ധരിച്ചുപോയി എന്ന നിലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ മരണാനന്തര ജീവിതം, രക്ഷാശിക്ഷകൾ, ബർസഖിയായ ജീവിതം, ഇതൊക്കെ അസാത്തീറുൽ അവ്വലീൻ, പൂർവികർ പറഞ്ഞ കടങ്കഥകളാണ്, തെറ്റായ വിശ്വാസമാണ് എന്ന് മനുഷ്യരിൽ ചിലർ വെച്ചു പുലർത്തിയിരുന്ന ഈ തെറ്റായ ആദർശം അത് ചില ജിന്ന് വിഭാഗങ്ങളും പുലർത്തിപ്പോകുന്നു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ 5 ആയത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കുന്ന ഈ 5 കാര്യങ്ങൾ, 5 പ്രസ്താവനകൾ ഏതാണ്ട് മനുഷ്യനെ പോലെ തന്നെ തെറ്റായ ചില ധാരണകൾ വെച്ച് പുലർത്തുന്നവരാണ് ഞങ്ങളുടെ കൂട്ടരും എന്ന് സ്വന്തം സമൂഹത്തോട് പോയിട്ട് ഉണർത്തുന്ന പ്രവാചകന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന ആ ജിന്ന് നേതാക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ലാത്ത വിധം തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു വിഭാഗമായ ജിന്നുകൾ, മനുഷ്യൻ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു, അവർ അഗ്നിജ്വാലകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. ഒരു നിലയ്ക്കും അവരെ അഭൗതികമായ ഒരു വിഭാഗം എന്ന നിലയ്ക്കല്ലാതെ വിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് അവരെ സമീപിക്കുവാനോ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കാനോ എന്തെങ്കിലും ഉപദ്രവങ്ങൾ തട്ടി മാറ്റുവാനുള്ള ഉപാധിയായിട്ടോ അവരെ കാണുന്നത് ഇസ്ലാമികമായ വിശ്വാസ സംഹിതയുടെ തികച്ചും തെറ്റായ സമീപനമാണ് എന്ന് നമ്മൾ ഈ ആയത്തുകളിലൂടെ മനസ്സിലാക്കുന്നു. സത്യമായി മനസ്സിലാക്കുവാൻ, അത് പ്രബോധനം ചെയ്യുവാൻ, അതിൽ അടിയുറച്ചു നിൽക്കുവാൻ സർവശക്തനായ അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.